മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലപ്പള്ളിയിലെ കമലയ്ക്ക് സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേട്ടതിന് ശേഷം വല്ലാത്തൊരു ടെൻഷനിൽ തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, മനു കമലയോട് പറഞ്ഞിരുന്നു 100 കോടി സ്വത്തിൻ്റെ ആസ്തിയുള്ള മനുഷ്യനാണ് സ്റ്റാൻലി ജോസഫ് എന്നും അലീനയുടെ എല്ലാമാണ് സ്റ്റാൻലി ജോസഫ് എന്നും. ഈ 100 കോടിയുടെ പകുതിയോളം വരുന്നതിന് അവകാശി അലീനയാണെന്നും അലീനയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തവും അവകാശവും തനിക്കാണെന്നുമെല്ലാം. എന്നാൽ മനു അത് തൻ്റെ അമ്മയായ കമലയുടെ സ്വഭാവം അറിഞ്ഞിരുന്നു കൊണ്ട് തന്നെ കമലയ്ക്കിട്ടൊരു കൊട്ടുകൊട്ടിയതാണ്. എന്നാൽ കമലയ്ക്ക് അത് തൻ്റെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഒരറിവായിരുന്നു. ഏത് തരത്തിലാണ് ഇതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എന്ന് എത്ര ആലോചിച്ചിട്ടും കമലയ്ക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു പോംവഴിയായിരുന്നു രഞ്ജിനി എന്നുള്ളത്. തൻ്റെ മകളെ തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ്. കമലയുടെ ഉദ്ദേശം രഞ്ജിനിയും ബബിതയും അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടെന്നും വിളിക്കാറുണ്ടെന്നും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ടെന്നും കമലയ്ക്ക് അറിയാം. അങ്ങനെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയ്ക്ക് അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു കഴിയുമ്പോൾ ഈ കാര്യം കൂടി ബബിത പറയുമെന്ന പ്രതീക്ഷയിലാണ് കമല രഞ്ജിനിയെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നാൽ രഞ്ജിനി ആവട്ടെ ആദ്യം കമലയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇനിയും അലീനയെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടി ഓടിച്ചു വിട്ടതല്ലേ ആ പാവത്തിനെ എന്നൊക്കെ. എന്നാൽ കമല പറയുന്നുണ്ട്, എടി എനിക്ക് എത്ര ആലോചിച്ചിട്ടും സമാധാനവും ഉറക്കവും കിട്ടുന്നില്ല. ആ മനു അത് എന്തുദ്ദേശമാണ് എന്നോട് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നും എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുകയാണ്. രഞ്ജിനി പറയുന്നുണ്ട്, എന്തായാലും അമ്മയുടെ ടെൻഷൻ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് അതിനെക്കുറിച്ച് ഉടനെ തന്നെ ആലോചിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ഞാൻ തരാം. അമ്മയ്ക്ക് ഇനി ഇത് കാരണം വല്ല BP കൂടി എവിടെയെങ്കിലും തലയടിച്ച് വീഴാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് രഞ്ജിനി കളിയാക്കുകയാണ്. കമലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ രഞ്ജിനി തൻ്റെ കോളേജിലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ബബിതയെ വിളിക്കുകയാണ്. ബബിതയെ വിളിച്ച് അവർ തമ്മിൽ അവരുടേതായ രീതിയിലുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുന്നുണ്ട്. വൈജാൻറ്റി തിരിച്ചു വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ രഞ്ജിനി ചോദിക്കുകയാണ്. ബബിത പറയുന്നുണ്ട്, വന്നതും വരാതിരിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. അയ്യോ, അങ്ങനെയും പറയാൻ പറ്റില്ല. വരാതിരുന്നപ്പോൾ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയാണ്. കിച്ചണിൽ കയറാൻ പാടില്ല, പാചകം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അലീന പഠിപ്പിച്ച് തന്നതാണല്ലോ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തന്നെ. നീയേ ദൈവത്തോർത്ത് നിൻ്റെ അച്ഛനോടൊന്ന് പറയാമോ അവരുടെ സഹോദരി ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ? സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇതെന്തൊരു വക ജന്മാണെന്നാ ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ബബിത പറയുകയാണ്. ഇതേ സമയം രഞ്ജിനിക്ക് താൻ ഉദ്ദേശിച്ച പോലെ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അലീന എന്ന പേര് ബബിതയുടെ നാവിൽ നിന്നും തന്നെ വീണ് കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, പറഞ്ഞ പോലെ അലീന ചേച്ചി എവിടേക്കാണ് പോയത്? ഒരു വിവരവും ഇല്ലല്ലോ. നിങ്ങളാരും അതിനെക്കുറിച്ച് പറഞ്ഞതുമില്ല. അതിന് പറയാൻ മാത്രം ഞങ്ങൾക്കറിയത്തില്ലല്ലോ ചേച്ചി എവിടേക്കാണ് പോയതെന്ന്. പോയിരിക്കുന്നത് കൊളുത്തുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണെന്നും അവിടെ എന്തോ റിയൽ എസ്റ്റേറ്റും എന്തോ റബ്ബർ തോട്ടവും ഒക്കെയുള്ള ഒരു സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണെന്നൊക്കെ അറിയാം. അല്ല ബബിത, അപ്പോൾ ഈ അലീനയുടെ ആരാ ഈ സ്റ്റാൻലി ജോസഫ്? അതൊന്നും എനിക്കറിയത്തില്ല. കാരണം അച്ഛൻ ഞങ്ങളോട് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിയെ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണെന്ന് മാത്രമേ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ രഞ്ജിനി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ഈ ബാലചന്ദ്രൻ അങ്കിള് എങ്ങനെയാണ് ഈ സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തിയത്? അലീനയെ അവരേറ്റെടുത്തോളാമെന്ന് എങ്ങനെയാണ് സമ്മതിച്ചതെന്നൊക്കെ. ഇതേ സമയമാണ് ബബിതയുടെ മനസ്സിലേക്ക് ഈ വക ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ വരുന്നത്. അതിനെപ്പറ്റി അച്ഛനോട് ഞങ്ങളൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയതാണ് എന്ന് മാത്രമാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഞങ്ങളും അച്ഛനോട് ചോദിക്കാൻ നിന്നിട്ടില്ല.
ചേച്ചി സേഫാണോ, ചേച്ചിക്ക് ഓക്കെ ആണോ എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത. നീയിപ്പോൾ പറഞ്ഞപ്പോഴാണ് അച്ഛൻ എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയതെന്നുള്ള ചിന്ത എനിക്കും വന്നത്. എപ്പോഴെങ്കിലും അച്ഛനോട് ചോദിക്കാം, അല്ലെങ്കിൽ ചേച്ചി വിളിക്കുമ്പോൾ ചേച്ചിയോട് ചോദിക്കാം. എന്തായാലും ഇപ്പോൾ എനിക്കറിയത്തില്ല രഞ്ജിനി എന്ന് ബബിത പറയുന്നുണ്ട്. രഞ്ജിനി അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ അലീന ചേച്ചി നിൽക്കുന്ന വീട്ടിലെ അയാളില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റാൻലി ജോസഫ്, അദ്ദേഹത്തിന് 100 കോടിയുടെയൊക്കെ സ്വത്തുണ്ടോ? നീ എന്താടി ഈ പണ്ടത്തെ അമ്മാമ്മമാരെ പോലെ ഈ സ്വത്ത് വിവരണത്തിനൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അവർക്കാണല്ലോ മകളെ കെട്ടിച്ചു കൊടുക്കാൻ അമ്മോടെ വീട്ടിൽ 100 കോടി 2 കോടി 10 കോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് പറയുന്നതൊക്കെ കേട്ടിട്ടുള്ളത്. ഇതിപ്പോൾ നിനക്കും തുടങ്ങിയോ? അതോ നീ ഇത് ആർക്ക് വേണ്ടിയെങ്കിലും സ്പൈ വർക്ക് ചെയ്യുന്നതാണോ? ഐ മീൻ യുവർ മോം. ഹാ, ബബിത ചേച്ചിക്ക് അപ്പോൾ കാര്യം മനസ്സിലായല്ലേ? അതേടി ചേച്ചി, അമ്മ എനിക്ക് സ്വസ്ഥത തരാതിരിക്കുകയാണ്, ഇതൊന്ന് വിളിച്ചന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം? എനിക്ക് തോന്നുന്നു നമ്മുടെ മനുവേട്ടൻ അമ്മയെ പിരികയറ്റി വിട്ടിട്ടുണ്ടെന്ന്. മനുവേട്ടൻ എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ സമാധാനക്കേടില്ല എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. അപ്പോൾ മനുവേട്ടൻ കൊടുത്തു വിട്ട പിരിയല്ലേ, ബാക്കി നീയും കൂടിയും കൊടുത്തോ? നിൻ്റെ അമ്മയായോണ്ട് പറയുകയാണെന്ന് തോന്നരുത് കേട്ടോ. നല്ല അസല് അലമ്പത്തിയ. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ആളുടെ നാത്തൂനും കൂടിയാ, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നീ അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞോ, ഞാൻ പറഞ്ഞു എന്ന് തന്നെ പറഞ്ഞോ. റിയൽ എസ്റ്റേറ്റും ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ബംഗ്ലാവും എല്ലാം ഉണ്ടെന്നൊക്കെ അങ്ങ് തട്ടിവിട്ടോ. പിന്നെ തട്ടിവിടൽ മാത്രമല്ല, ഇവിടെ അച്ഛൻ പറഞ്ഞുള്ള അറിവ് തന്നെയാ. പിന്നെ നിൻ്റെ വക വേണമെങ്കിൽ നീയും കൂടിയും കുറച്ച് കയറ്റി പറഞ്ഞോ. ആൻറ്റിക്ക് ഇപ്പം വേറൊരു പണിയില്ലാണ്ടിരിക്കല്ലേ. നിൻ്റെന്ന് അധികം വിവരങ്ങളൊന്നും കിട്ടാതെ ആവുമ്പോൾ അടുത്ത ആളെ തേടി ആൻറ്റി അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. രഞ്ജിനി ചിരിച്ചുകൊണ്ട് തന്നെ ബബിതയോട് പറയാണ്, നീ കളിയാക്കുന്നതേ എൻ്റെ അമ്മയെയാണെന്നും നിന്നെ മാമൻ്റെ ഭാര്യയാണെന്നൊക്കെ നല്ല ഓർമ്മയുണ്ടാവണം കേട്ടോ. പിന്നെ നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്. എന്നാലേ ശരിയടി ചേച്ചി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. കുറച്ചും കൂടി വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അമ്മയെ വിളിച്ച് ഈ കിട്ടിയ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി ഉടനെ തന്നെ ബബിതയുടെ കോള് കട്ട് ചെയ്യുകയും അധികം വൈകിക്കാതെ തന്നെ കമലയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കമല കാത്തിരിക്കുകയായിരുന്നു രഞ്ജിനിയുടെ കോള്. കമല ഉടനെ തന്നെ രഞ്ജിനിയോട് ചോദിക്കുകയാണ്, നീ ചോദിച്ചോ? ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ? അമ്മ അറിഞ്ഞത് സത്യം തന്നെയാണ്. കാരണം അവരുടെ അലീനയുടെ ആരാണ് സ്റ്റാൻലി ജോസഫ് എന്നറിയില്ല, പക്ഷേ അയാൾ വലിയ പണക്കാരനാണെന്നറിഞ്ഞു. ഒരുപാട് ബംഗ്ലാവുകളും കുറേ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഏക്കർ കണക്കിന് എന്തോ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അത്രേ. അതൊക്കെ ബബിതയ്ക്ക് അറിയത്തുള്ളൂ. പിന്നെ ഈ 100 കോടി എന്നൊക്കെ പറഞ്ഞതിൽ അതിശയിക്കാനൊന്നുമില്ല അത്രേ, അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ എന്നാണ് ബബിത പറയുന്നത്. അവരോട് അവരുടെ അച്ഛൻ പറഞ്ഞ അറിവാണെന്ന്. പിന്നെ ഇതൊക്കെ അറിയേണ്ട കാര്യം ഞങ്ങൾക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബബിത അലീനയോട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലെന്നാണ് പറഞ്ഞത്. ഇനി ഒരിക്കൽ ചോദിച്ചിട്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കമലയ്ക്ക് കാറ്റുപോയ ഒരവസ്ഥയിലായി. അവൾ എത്തിപ്പെട്ടത് ഇത്ര വലിയ ഇടത്തേക്കാണോ? ഏയ്, വേലക്കാരി തന്നെയായിട്ടായിരിക്കും അല്ലേ രഞ്ജിനി? ഏയ് അല്ല അമ്മേ, എന്തായാലും വേലക്കാരിയായിട്ടല്ല. അവളെ എന്തോ ദത്തെടുത്ത പോലെയാണെന്നൊക്കെയാണ് ബബിത പറയുന്നത്. എന്തായാലും ബബിതയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അവളിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അവൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മേ, ഞാനിപ്പോൾ കോള് കട്ട് ചെയ്യുകയാണേ, എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഉടനെ തന്നെ രഞ്ജിനി കോള് കട്ട് ചെയ്യുന്നുണ്ട്. തീരെ ഒരു ഉഷാറില്ലാതെ തന്നെ കമല രഞ്ജിനിയോട് ശരി എന്നാലെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നത് മനുവിൻ്റെ മുഖത്തേക്കാണ്. മനു ആ വാതിക്കൽ തന്നെ കയ്യും കൊടുത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെ അമ്മയെ കളിയാക്കുന്ന പോലെ തന്നെ നിൽക്കുകയാണ്. മനു കൈ മലർത്തിക്കൊണ്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേത്? കഷ്ടം തന്നെ. അമ്മ ഇപ്പോഴും അലീനയുടെ പിന്നാലെ തന്നെയാണോ? നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് അവൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും എന്നൊക്കെ.
നിങ്ങളിന്നിട്ട് എന്തിനാ ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് ഈ അലീനയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്നേ? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണെന്നൊക്കെ മനു പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കമലയ്ക്ക് ആകപ്പാട് ഒരു ചമ്മലായിട്ടോ. കാരണം മനു ഇതെല്ലാം കേട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ കമല പറയാണ്, എനിക്കെന്ത് കാര്യം? എടാ, ഇതേ ഞാൻ അന്വേഷിച്ച് പോയതൊന്നുമല്ല. ഇതെൻ്റെ മോള് രഞ്ജിനി വിളിച്ചപ്പോൾ അവളുമായിട്ട് അലീനയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു എന്ന് മാത്രം. കേട്ടു. അമ്മയുടെ ആ ടെൻഷനും വെപ്രാളവും എല്ലാം കേട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ നിന്നിരുന്നത് എന്ന് മനു പറഞ്ഞുകൊണ്ട് മനു ആ വാതിൽക്കൽ തന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നെ ഒന്ന് പോടാ ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് കമല മനുവിനെ തള്ളിയിട്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം മനു കമലയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ദേ അമ്മേ, ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. അമ്മ അതുകൂടി കേട്ടിട്ട് പോയാൽ മതി. ഈ പറയുന്ന അലീനയും സ്റ്റാൻലി ജോസഫും അച്ഛനും മകളും തന്നെയാണ്. ഇനി അമ്മ അതിന് മറ്റെന്തർത്ഥം കണ്ടുപിടിച്ചാലും അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ അവൾ അദ്ദേഹത്തിൻ്റെ മകളാണെന്ന്. അമ്മയ്ക്ക് എന്താ അത് വിശ്വസിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എടാ, നീ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയോ അവൾ അയാളുടെ മകളാണെന്ന്? അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മ ആരാണെന്നും പിന്നീട് നടന്ന കഥ എന്താണെന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10-23 വർഷക്കാലം അവൾ അനാഥാലയത്തിൽ എന്തിനാ കഴിഞ്ഞതെന്നും കൂടി പറയ്. എന്നാലല്ലേ നീ ഈ പറഞ്ഞത് പൂർണ്ണമാവൂ. അതൊക്കെ അമ്മ അറിയാനാവുന്ന സമയത്തെ പറഞ്ഞ് തീർപ്പാക്കി തരാം. വേണമെങ്കിൽ മാത്രം അമ്മ ഇത് വിശ്വസിച്ചാൽ മതി. ബാലചന്ദ്രൻ അങ്കിള് എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞ രഹസ്യ. അമ്മ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അതല്ല, അമ്മയ്ക്കിനി ഇത് വിളിച്ച് കമലാൻ്റിയോട് പറയണമെങ്കിലും പറഞ്ഞേക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് മനു പറയുകയാണ്. അതെന്താ നിനക്ക് പ്രശ്നമില്ലാത്തത്? അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞാലേ കമലാൻ്റിക്ക് കൂടുതൽ സന്തോഷമാവും, അതുകൊണ്ടാണ്. പിന്നെ അവളെ സന്തോഷിപ്പിക്കേണ്ട കാര്യം എനിക്കെന്താ? അങ്ങനെ ആരെ സന്തോഷിപ്പിക്കാനേ നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ നീ ഈ പറയുന്ന പുളുവടിയൊന്നും ഞാനൊട്ട് വിശ്വസിക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമല അങ്ങ് കിച്ചണിലേക്ക് പോവുകയാണ്. മനുവിന് ഉറപ്പായിരുന്നു ഇതൊന്നും തന്നെ കമല വിശ്വസിക്കില്ലാന്ന്. അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടും മനു കമലയുടെ മുമ്പിൽ തന്നെ ഈ കഥ പൊട്ടിച്ചത്. അലീന ഇത്രയും സുഖവും സൗകര്യമുള്ളൊരു വീട്ടിലേക്ക് മകളായി കയറി ചെന്നു എന്ന് വിശ്വസിക്കാനോ മറ്റൊരാൾ പറയുന്നത് കേൾക്കാനോ ഇഷ്ടമില്ലാത്ത ആളാണ് തൻ്റെ അമ്മ എന്ന് മനുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഇതേ സമയം അങ്ങ് അഞ്ജലിയിൽ വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെ നടക്കുകയാണ്. റീത്താമ്മച്ചിയും സഹോദരന്മാരും വല്യപ്പച്ചനും അലീനയും താമസിക്കുന്ന എൽസമ്മയുടെ വീട്ടിൽ കയറി വന്ന് അലീനയെ പിടിച്ച് വലിച്ചഴച്ച് മുറ്റത്തേക്ക് ഇടുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ. എന്നാൽ എൽസമ്മ അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല താനും. ഇത് കാണുന്ന വല്യപ്പച്ചൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. സേവിച്ചൻ്റെ ഷർട്ടിന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് വല്യപ്പച്ചൻ പറയാണ്, സേവിച്ച, നീ കളിക്കുന്നത് സ്റ്റാൻലിയുടെ മകളോടാണ്. അതെ, സ്റ്റാൻലിയുടെ മകളോട് തന്നെ. അതുകൊണ്ടെന്താ? എൻ്റെ പെങ്ങളെ കെട്ടിക്കൊണ്ടു പോയത് ഇയാൾ കള്ളം പറഞ്ഞിട്ടല്ലേ? ഇയാൾക്ക് മറ്റൊരു ഭാര്യ അങ്ങ് ആഗ്രയിലുണ്ടായിരുന്നു താനും. അവിടെ നിന്നും ആ പെണ്ണ് വിശേഷമായി നാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നിന്നും അയാൾ നാട് വിട്ട് ഇവിടെ എത്തി. ഇവിടെ വന്ന് വർഷങ്ങളോളം വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നാടകം നടത്തി എൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ച് അതിൽ 2-3 മക്കളും ആയതിനു ശേഷം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു ഒരു പിഴച്ച സന്തതിയെ. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ? ഈ കഥയും പറഞ്ഞ് 10-23 വർഷത്തിന് ശേഷം ഇവളെയൊക്കെ വലിച്ച് തറവാട്ടി കയറ്റി ഇരുത്താൻ. അതിന് കൂട്ടു നിൽക്കാൻ നല്ലൊരപ്പച്ചനും നാണം കെട്ട ഒരു തന്തേ മക്കളും. എന്നിട്ടോ വലിയ കാര്യത്തിൽ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ച് മുറിയും കയ്യേറി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. നാണല്ലേടി അവരൊപ്പം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ? എൽസമ്മയുടെ മക്കൾ 3 പേരും ഇവർക്കൊപ്പം തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഈ കണ്ട പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് അവർ ആകെപ്പാടെ അന്താളിച്ച് നിൽക്കുകയാണ്. തൻ്റെ അങ്കിള് എന്താണ് ഈ കാണിക്കുന്നത്? ഇതൊക്കെ അതിക്രമല്ലേ, അതും ഒരു പെൺകുട്ടിയോട്? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ 3 അവിടെ ഇരിക്കുന്നത്. അവർക്ക് ആ ഇരുന്നിടത്തുനിന്ന് പോലും എണീക്കാനുള്ള കെൽപ്പ് പോലും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം കണ്ടിട്ട്. വല്യപ്പച്ചൻ അവൻ്റെ മുഖത്ത് നോക്കി ഒരടിയാണ് വെച്ചു കൊടുത്തത്. വല്യപ്പച്ചൻ ചോദിച്ചു, എടാ
തിന്ന കൈ കൊണ്ടേ ഒരാളുടെ മുഖത്തടിക്കണമെങ്കിൽ മാത്രം എത്രത്തോളം ദുഷ്പ്രവർത്തികളും വർത്തമാനങ്ങളുമാണ് നിന്റെ നാവിൽ നിന്നും നീ തുപ്പുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. എൻ്റെ കുഞ്ഞിനെ വലിച്ച് മുറ്റത്തിട്ടിട്ട് നീ എൻ്റെ മുഖത്ത് നോക്കി കുരയ്ക്കുന്നോടാ. ഇതെല്ലാം കണ്ടും കേട്ടും സാമുവലും റീത്താമ്മയും ഒരല്പം ടെൻഷനിൽ തന്നെ നിൽക്കുകയാണ്. കാരണം സേവിച്ചൻ ചെന്ന് അലീനയെ ഇങ്ങനെയൊരു പ്രവൃത്തി നടത്തുമെന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇതെങ്ങാനും സ്റ്റാൻലി അറിഞ്ഞാലുള്ള അവസ്ഥ അവർക്ക് നന്നായിട്ടറിയാമായിരുന്നു. ഇതേ സമയം മുകളിലെ മുറിയിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു എൽസാമ്മച്ചി. ശബ്ദം കേട്ടിട്ട് തന്നെയാണ് എൽസ ഇറങ്ങി വരുന്നത്. എൽസാമ്മച്ചി വന്ന് കാണുന്ന കാഴ്ച വെല്ലിപ്പച്ചൻ തൻ്റെ സഹോദരൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് നിൽക്കുന്നതാണ്. ഇത് കാണുമ്പോൾ എൽസ കിടന്ന് ഒച്ച വെക്കുന്നുണ്ട്. എന്താണ് അപ്പച്ച ഈ കാണിക്കുന്നത്? അപ്പച്ചൻ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ സഹോദരനെയാണോ ഈ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? നിർത്തടി അധിക പ്രസംഗി, നോക്കടി മുറ്റത്തേക്ക്. എൻ്റെ കുഞ്ഞിനെ വലിച്ചവൻ മുറ്റത്തെറിഞ്ഞിട്ടാണ് അവൻ എൻ്റെ നേരെ വന്ന് നിന്ന് കുരയ്ക്കുന്നത്. നിർത്തിക്കോ നീ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാമുവലിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുകയാണ്. ഇതോടൊപ്പം അലീനയെ ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ചെന്ന് വീണ വീഴ്ചയിൽ അലീനയുടെ നെറ്റിയും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വല്ലാത്ത മനോവിഷമവും വരുന്നുണ്ട്. രംഗമാകെ വഷളാവുന്നത് കണ്ടതോടെ റീത്ത പതിയെ ചെന്ന് സാമുവലിനോടും സേവിച്ചനോടും പറയുന്നുണ്ട്, സേവിച്ച, നീ സാമുവലിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാൻ നോക്കിക്കോ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന കളിയാണ് ഇവൻ ഈ കളിച്ചിരിക്കുന്നത്. ഇവൻ ഇങ്ങനെ കയറി അവളെ ആക്രമിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഉപദ്രവിച്ചിരിക്കുന്നതേ ആ സ്റ്റാൻലി ജോസഫ് മകളാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നവളെയാ. നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മച്ചി അവരെ അവിടെ നിന്നും പെട്ടെന്ന് പറഞ്ഞയക്കുകയാണ്. ഉടനെ തന്നെ വെല്ലിപ്പച്ചൻ സ്റ്റാൻലിയെ വിളിക്കാനായി ഫോൺ എടുക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് അലീന അത് തടുക്കുകയാണ്. അലീന പറയുന്നുണ്ട്, വേണ്ട വെല്ലിപ്പച്ച, ഇത് വലിയ പ്രശ്നമായി മാറുന്നു. വെല്ലിപ്പച്ചൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ നെറ്റി പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. ഇത് ഞാൻ എങ്ങനെയാണ് അവനോട് പറയാതിരിക്കുക? ഹോസ്പിറ്റലിൽ പോവാതെ പറ്റില്ല, മുറിവിന് ആഴമുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ നീ കാറിൽ കയറാൻ നോക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. രണ്ടുപേരും പെട്ടെന്ന് തന്നെ കാറിൽ കയറുന്നുണ്ട്. എന്നാൽ ടോജോ വെല്ലിപ്പച്ചൻ്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വെല്ലിപ്പച്ച ഞാനും കൂടി വരണോ എന്ന്. എന്നാൽ ടോജോയുടെ ആ ചോദ്യം വെല്ലിപ്പച്ചനെ വല്ലാതെ അതിശയിപ്പിച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരേക്കാളും പതുങ്ങി നിൽക്കുന്നതും സ്വഭാവത്തിൽ ആരോടും ഒരു ദയയും ആരോടും ഒരു മിങ്കിൾ ചെയ്യാത്തൊക്കെ ഒരു ക്യാരക്ടറാണ് ടോജോയുടെ. എന്നാൽ ഇത് കണ്ടപ്പോൾ അവനങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ എന്നൊരു സന്തോഷം വെല്ലിപ്പച്ചനുണ്ടായിരുന്നു. വെല്ലിപ്പച്ചൻ അവനോടായി കാറിലേക്ക് കയറിക്കോ എന്ന് പറയുന്നതിന് മുൻപേ റീത്താമ്മച്ചി അവനെ അലറി വിളിക്കുകയാണ്, എടാ ടോജോ, നീ ആരെ കൂടെയാടാ പിന്നാലെ കയറി പോകുന്നത്? കയറിപ്പോടാ വീടിനകത്തേക്കെന്ന്. ഇത് കേട്ടതും അവനാകെ പതറിപ്പോയി. അവനൊരു നിമിഷം റീത്താമ്മച്ചി അവിടെ നിൽക്കുന്നത് കാണാതെ തന്നെയാണ് വെല്ലിപ്പച്ചനോടും അലീനയോടും ആ ചോദ്യം ചോദിച്ചത്. അവൻ്റെ ആ നിപ്പ് കണ്ടപ്പോൾ വെല്ലിപ്പച്ചന് മനസ്സിലായി ഇവനിൽ വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. എങ്കിലും അലീനയോട് എന്തെന്നില്ലാത്തൊരു സോഫ്റ്റ് അവന് തോന്നിയിട്ടുണ്ട് താനും. വെല്ലിപ്പച്ചൻ അവനെ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കാറ് പുറത്തേക്ക് എടുക്കുകയാണ്. അഞ്ചലിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് അവർ രണ്ടുപേരും എത്തുന്നത്. ഹോസ്പിറ്റലിലേക്ക് എത്തി കാഷ്വാലിറ്റിയിൽ തന്നെ അലീനയെ കാണിക്കുകയും ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ 4 സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമുണ്ടെന്നും വെല്ലിപ്പച്ചനോട് പറയുകയാണ്. വെല്ലിപ്പച്ചൻ ഉടനെ തന്നെ അത് ഓക്കെ ആണെന്ന് ഡോക്ടറോട് പറയുന്നുണ്ട്. വെല്ലിപ്പച്ചൻ പെട്ടെന്ന് പോയി പേയ്മെൻ്റൊക്കെ അടയ്ക്കുന്നുമുണ്ട്. അലീനയുടെ അരികിലേക്ക് വരുമ്പോൾ അലീനയോട് വെല്ലിപ്പച്ചൻ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിൻ്റെ അടുത്ത് ബ്ലഡ് വരുന്നുണ്ടെന്നും അത് ആഴത്തിലുള്ള മുറിവാണെന്നും. വെല്ലിപ്പച്ച, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെത്രത്തോളം ഉപദ്രവകാരികളാണ്. ഒരു പെൺകുട്ടിയോട് എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയെന്ന് പറയുകയാണ്. അലീനയോട് വെല്ലിപ്പച്ചൻ പറയുന്നുണ്ട്, നിന്നോട് പറഞ്ഞതല്ലേ നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ആൾക്കാരെയല്ല അവിടെയുള്ളതെന്ന്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് വെല്ലിപ്പച്ചൻ അലീനയോടായി ചോദിക്കുന്നുണ്ട്. വെല്ലിപ്പച്ചനോടായി അലീനയും പറയുന്നുണ്ട്, വെല്ലിപ്പച്ച, നമ്മൾ ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. എങ്കിലും വെല്ലിപ്പച്ചൻ ഈ കാര്യങ്ങളൊന്നും തന്നെ
പപ്പയെ വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് മറ്റൊരു ഡോക്ടർ, വളരെ പരിചയമുള്ള ഒരാളാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്ന് വല്യപ്പച്ചനോടായി ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലി ജോസഫ് എത്തിയില്ലേ, നിങ്ങൾ വന്നിട്ട് ഒരുപാട് സമയമായല്ലോ എന്നൊക്കെ. അപ്പോൾ വല്യപ്പച്ചൻ പറയുകയാണ്, ഇവളൊന്ന് വീണ് നെറ്റി പൊട്ടിയിരുന്നു, അത് സ്റ്റാൻലി അറിഞ്ഞിട്ടില്ല, അവനോട് ഞങ്ങളൊന്നും പറഞ്ഞുമില്ല, അതുകൊണ്ട് തന്നെ അവനെ ഞങ്ങൾ വിളിച്ചറിയിക്കാനും നിന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ വരുന്നത് കണ്ടപ്പോഴേ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ സ്റ്റാൻലിയെ വിളിച്ചിരുന്നു. ഞാനിവിടെ വന്ന് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷം ഞാൻ തന്നെയാണ് സ്റ്റാൻലിയെ വിളിച്ചത്. നിങ്ങൾ വന്ന ഉടനെ തന്നെയാണ് സ്റ്റാൻലിയെ ഞാനും വിളിച്ചത്. അപ്പോൾ സ്റ്റാൻലി ഇവിടെ എത്തിക്കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്തിയത് എന്നും ഡോക്ടർ പറയുകയാണ്. ഇതുകൂടി കേട്ടതോടെ വല്യപ്പച്ചനും അലീനയ്ക്കും വല്ലാത്ത ടെൻഷനായി. ഇവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാൻലി ഓടിപ്പെടഞ്ഞ് അലീന കിടക്കുന്ന കാഷ്വാലിറ്റിയിലേക്ക് അരികിലേക്ക് വരുന്നുണ്ട്. അലീനയോടായി ചോദിക്കുന്നുണ്ട്, ഇതെന്താ പറ്റിയത്, നീ അങ്ങനെ മുറ്റത്ത് വീഴാൻ മാത്രം ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ എന്ന്. അലീന പറയുന്നുണ്ട്, അതെ, ഞാനേ സിറ്റ് ഔട്ടിൽ അവിടെ വെള്ളം കിടന്നിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ പപ്പ ഒന്നും പറയണ്ട, കുട്ടികൾക്കൊന്നും തീരെ വൃത്തിയും വെടുപ്പൊന്നും ഇല്ലെന്നേ. സിറ്റ് ഔട്ടിലൊക്കെ വെള്ളം കളഞ്ഞിട്ടാൽ അത് തുടക്കണമെന്ന ചിന്തയൊന്നും എൽസാമ്മച്ചിക്കും ഇല്ല. എൽസാമ്മച്ചിയെ മാത്രം എന്തിനാ പറയുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ കഴിഞ്ഞു പോയ പ്രശ്നത്തെ സിമ്പിളാക്കി അങ്ങോട്ട് വിടാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. എന്നാൽ സ്റ്റാൻലി ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല. സ്റ്റാൻലി അലീനയോടായി ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പഴംപുരാണം പറയാനല്ല പറഞ്ഞത്, നീ എങ്ങനെയാണ് വീണതെന്ന്. അത് തന്നെയാണ് പറയുന്നത്. അവിടെ സിറ്റ് ഔട്ടിൽ വെള്ളം കിടക്കുന്നത് ഞാൻ കണ്ടില്ല, കാല് തന്നെ ഞാൻ വീണു, എൻ്റെ നെറ്റി ചെന്ന് പടിയിലിടിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെയാണ് നിൻ്റെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഈ മണ്ണും ചെളിയൊക്കെ പറ്റിയിരിക്കുന്നത്? അതല്ലേ എൻ്റെ പപ്പ പറഞ്ഞത്, ഞാൻ മുറ്റത്തേക്കാണ് വീണത്, എൻ്റെ തല കൊണ്ടുപോയി ആ സ്റ്റെപ്പിലാണ് അടിച്ചതെന്നൊക്കെ. ഓ കൊള്ളാം, നിൻ്റെക്ക് നന്നായിട്ട് കള്ളം പറയാനറിയാമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്റ്റാൻലിയെ പരിചയമുള്ള ആ ഡോക്ടർ പറയുന്നുണ്ട്, 4 സ്റ്റിച്ചാണ് സ്റ്റാൻലി ജോസഫ് ഉള്ളത്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ആ സ്റ്റിച്ചിങ് വലിച്ചെടുത്തേക്കാം, താനെ അലിഞ്ഞു പോകുന്നതൊന്നുമല്ല എന്നുകൂടി പറയുന്നുണ്ട്. അവർ പരസ്പരം ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാലും സ്റ്റാൻലി ജോസഫ് വല്ലാത്ത കലിപ്പിൽ തന്നെയാണ്. സ്റ്റാൻലി തൻ്റെ പപ്പയോട് തന്നെ ചോദിക്കുകയാണ്, അപ്പച്ചനെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞോളണം, എന്താണ് അലീനയ്ക്ക് സംഭവിച്ചതെന്ന്. അലീന കണ്ണടച്ച് കാണിക്കുന്നുണ്ട് വേണ്ട എന്ന്. അതേപോലെ തന്നെ വല്യപ്പച്ചനും പറയാതെ തന്നെ നിൽക്കുകയാണ്. സ്റ്റാൻലി ഉടനെ തന്നെ പറയുന്നുണ്ട്, എനിക്കറിയാം, നിങ്ങളിത് പറഞ്ഞില്ലെങ്കിലും എവിടെ പോയി ആരോടാണ് ഇത് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ കൈക്ക് കയറി പിടിക്കുകയാണ് അലീന ഉടനെ തന്നെ വീണ്ടും ഒരു കള്ളം പറയുകയാണ്. അത് പപ്പ, ഞാനവിടെ പുറത്ത് നിൽക്കായിരുന്നു, ഞാനവിടെ നിൽക്കുന്നതേ ആ റീത്താമ്മച്ചി കണ്ടില്ല എന്ന് തോന്നുന്നു. അവരുടെ കാറ് റിവേഴ്സ് എടുത്ത് വന്നപ്പോൾ എൻ്റെ ദേഹത്തിടിക്കുകയായിരുന്നു, ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഇടിഞ്ഞും മുഴിഞ്ഞും വീഴുകയും ചെയ്തു, അങ്ങനെയാണ് നെറ്റി പൊട്ടിയത്. ഇനി ഇത് പപ്പ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് അദ്ദേഹം വിശ്വസിച്ചൊരു മട്ട് തന്നെയായിരുന്നു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് സ്റ്റാൻലി ജോസഫ്. പോയി തൻ്റെ ജീപ്പ് എടുത്ത് പുറത്തേക്ക് പോകുന്നതും അലീനയും വല്യപ്പച്ചൻ കാണുന്നുണ്ടായിരുന്നു. അലീനയോട് വന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, നീ എന്തിനാ ഇത്ര വലിയ കള്ളം പറഞ്ഞത്? അല്ലാതെ പപ്പയ്ക്ക് അറിയാം എനിക്ക് അവിടെ നിന്നും എന്തോ അപകടം സംഭവിച്ചതാണെന്ന്. എന്ത് പറഞ്ഞാലും പപ്പ വിശ്വസിക്കത്തില്ല. എൻ്റെ പൊന്ന് വല്യപ്പച്ച, എന്നെ വലിച്ച് മുറ്റത്തേക്കിട്ടതാണ് ആ അങ്കിളെന്നൊക്കെ പപ്പ അറിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കയ്യിലിരിക്കുന്നതേ ലൈസൻസ് ഉള്ള തോക്കാണെന്ന് വല്യപ്പച്ചൻ അറിയാലോ. അതുമായിട്ട് പോയി അവരെ ആരെങ്കിലും ഷൂട്ട് ചെയ്താലുള്ള അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോൾ ഒരു പെണ്ണാണല്ലോ എന്ന് കരുതി നിസ്സാരമായി അവിടെ ചെന്ന് കിടന്ന് എന്തെങ്കിലും വഴക്ക്, എന്തെങ്കിലും വായേ തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് പപ്പ എന്തായാലും ഇങ്ങ് പോന്നോളും എന്ന് അലീന പറയുകയാണ്. അലീനയോട് ഉടനെ തന്നെ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, വൈകുന്നേരത്തോടു കൂടി ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെന്ന് കയറുന്നത് വരെ എന്തായാലും ഇനി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇനി ഇവൻ പോയി എന്തൊക്കെയാണ് വരുത്തി വയ്ക്കാൻ പോകുന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ എന്നും
വല്യപ്പച്ചൻ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അലീന പറയുന്നുണ്ട്, നമ്മളതിന് നമ്മളുടെ വീട്ടിലേക്കല്ലല്ലോ വല്യപ്പച്ച പോകുന്നത്, നമ്മൾ വീണ്ടും എൽസാമ്മയുടെ അരിയിലേക്ക് തന്നെയാണ് പോകുന്നത്. റീത്താമ്മച്ചി കാണിച്ച ഭീഷണിയൊക്കെ ഞാനങ്ങ് പേടിച്ചു പോയെന്ന് റീത്താമ്മച്ചിക്ക് കരുതാൻ പാടുണ്ടോ? അങ്ങനെയാണോ വല്യപ്പച്ചൻ്റെയും സ്റ്റാൻലി ജോസഫിൻ്റെയും ഒക്കെ മകളും പേരക്കുട്ടിയും ചെയ്യേണ്ടത്? വല്യപ്പച്ചൻ തന്നെ പറ, ഞാൻ തോറ്റു പിന്മാറണോ, പേടിച്ച് പിന്മാറണോ? വല്യപ്പച്ചൻ മറന്നുപോയോ ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ കാലത്ത് വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാണെന്നും ഒരു പട്ടാളക്കാരൻ്റെ മകൾക്ക് വേണ്ട ചൂടും വാശിയും ഒക്കെ എനിക്കുണ്ടാവണമെന്നും? വല്യപ്പച്ചൻ തന്ന ഉപദേശമാണ് ഇന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത്. ഈ കാര്യം, അതായത് 30 ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ആൻറ്റിയെയും മക്കളെയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ആ റീത്താമ്മച്ചിയുടെ മുമ്പിൽ വെല്ലുവിളിച്ച കാര്യം വല്യപ്പച്ച മറന്നുപോയോ? എന്തിനാ വല്യപ്പച്ച എന്നെ ഒരു തോൽവിക്കാരിയാക്കി മാറ്റുന്നതൊക്കെ എന്ന് അലീന വല്യപ്പച്ചനോട് പറയാണ്. വല്യപ്പച്ചന് അലീനയോട് എന്തു പറയണമെന്ന് പോലും അറിയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ കണ്ണിൽ ഒരല്പം കുസൃതിയും വാശിയുമൊക്കെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. വല്യപ്പച്ചൻ ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് ആ തലോടലിൽ നിന്നും തന്നെ മനസ്സിലായി വല്യപ്പച്ചൻ തനിക്കൊപ്പം സപ്പോർട്ടായി കൂടെയുണ്ടെന്ന്. എന്നാൽ ഇതേ സമയം സ്റ്റാൻലി ജോസഫ് അഞ്ചലിലുള്ള തൻ്റെ ഭാര്യ വീടിൻ്റെയും ആ റീത്താമ്മച്ചിയുടെ വീടിൻ്റെയും കോമ്പൗണ്ടിലേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്നുകൂടി തൻ്റെ ജീപ്പ് റിവേഴ്സ് എടുത്തതിന് ശേഷം അവിടെ കിടന്നിരുന്ന ആ കാറിലേക്കാണ് ഇടിച്ച് കയറ്റുന്നത്. കാറ് ഞളങ്ങുന്ന ശബ്ദവും ആ ഇടിയുടെ ശബ്ദവും എല്ലാം കൂടി കേട്ടിട്ടാണ് രണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് എൽസാമ്മയും മക്കളും റീത്താമ്മച്ചിയും കൂടി ചാടിയിറങ്ങുന്നത്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.